ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. കാണില്ലല്ലോ, മറിച്ചല്ലോ. വെൽക്കം ടു നമ്മുടെ ചാനൽ. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇപ്പം ഞാൻ ഉറങ്ങി എണിച്ച് വന്ന വശമുള്ള വീഡിയോ കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ വന്നു, ഈ മുടി ഒന്ന് കെട്ടിക്കിട്ട് ഞാൻ ഉറങ്ങി എണിച്ച ലുക്കിൽ തന്നെയാണ്. അപ്പോൾ ഒരു കമൻറ്റും കൂടി കണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ വന്നത് തന്നെ. വയലന്റ് ആയിട്ട് വന്നാണോ? വയലൻ്റ് ഒന്നുമില്ല. അതിനായിട്ട് എപ്പോഴും ഭംഗി നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയൊന്നും ഇല്ല. ഇവരെ പണ്ടത്തെ വീടാണ്. മൂത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ബാത്റൂമിൻ്റെ ആയിരുന്നില്ലെങ്കിൽ മൂന്ന് സഹോദരൻ ഞാനല്ല അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇപ്പം എത്ര ഭംഗിയില്ലാത്ത ഭാര്യമാർക്കും ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാർ തന്നെയാണ് ഇപ്പം ഭംഗിയിലേക്ക്. പക്ഷെ ഇന്നെ ഭംഗി എൻ്റെ ഭർത്താവിനെ എങ്ങനെ നീ പറയുള്ളൂ, ഇത്ര ഭംഗിയില്ലെങ്കിൽ കൊള്ളത്തിലും എൻ്റെ ഭർത്താവ് എൻ്റെ സുന്ദരിനെ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ രണ്ടാളെ കണ്ണുകൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു, ഭംഗിയുള്ളത് തോന്നിയോണ്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടോണ്ടാണ് എന്നേട്ട കണ്ണെടുത്തത്. അപ്പം എന്നേട്ട കണ്ണിൽ ഞാൻ ഭംഗിയുണ്ട്, അതാ പറഞ്ഞല്ലാണ്ട് നിങ്ങളോട് നിങ്ങൾ ഭംഗിയുണ്ടെന്ന് പറഞ്ഞു വിട്ടാ എന്ന് പറഞ്ഞില്ല. അന്വേട്ടൻ്റെ കണ്ണുകളിലെ കാഴ്ചപ്പാടാണ് അന്വേട്ടൻ പറഞ്ഞത്. പറയണ ആളെ ഞാൻ കണ്ടിട്ടില്ല, എന്നാലും സുന്ദരിയാണെന്ന് ഞാൻ പറഞ്ഞ സന്തോഷാവൂ. അങ്ങനെ എൻ്റെ ഭർത്താവ് വേറെ ആരെയും സുന്ദരി പറഞ്ഞു. പിന്നെ ലോകത്ത് ഇവരെ പോലെ ലവ്ലി കപ്പിൾസ് ആയിട്ട് ഇവര് മാത്രമുള്ളൂ അവർ വിചാരം. അങ്ങനെ ഒരു വിചാരമൊന്നുമില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന എത്രയോ ദമ്പതി. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ സ്നേഹത്തിൻ്റെ മുന്നിലും ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കളിച്ചും ചിരിച്ച് നിൽക്കുന്നത്. അതെന്താ വെച്ചാൽ 28ാമത്തെ വർഷം നമ്മൾ അത്രയും വർഷവും ഞങ്ങളിന്ന് കളിച്ചും ചിരിച്ചും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് തന്നെയാണ്. അതില്ലെന്ന് ഞങ്ങൾക്ക് പറയട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളെ പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റേ ആൾക്കാരെങ്ങനെയാണ്, അവരെങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്, അതുപോലെ അത് ഞാൻ നോക്കിയിട്ടോ അത് കണ്ടിട്ടോ അല്ല ഞങ്ങളുടെ ലൈഫ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട്. നിങ്ങളിങ്ങനെ കപ്പിളാവുക, നിങ്ങൾ കപ്പിളെന്നല്ല, നിങ്ങൾ മുതുക്കലും മുതുക്കി അങ്ങനെ പറഞ്ഞോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷമായി. എന്തൊക്കെ പിന്നെ എനിക്ക് മാർക്കറ്റിങ് അറിയില്ല, വേണ്ട ഉള്ള മാർക്കറ്റിങ്ങിൽ എനിക്ക് സെയിലുണ്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സാധാരണക്കാരോട് പറയണ രീതിയിൽ പറയാൻ അറിയുള്ളൂ, സാധാരണ രീതിയെ അറിയത്തുള്ളൂ. ആ സാധാരണ രീതിയിൽ പറയണതുകൊണ്ട് സാധാരണക്കാരെൻ്റെ നിന്ന് മേടിക്കുന്നുണ്ട്. അവർക്ക് മേടിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഉള്ളൊരു റേറ്റുള്ള കുറേ ഐറ്റംസുകളാണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നതും. ഇന്നലെ നമ്മുടെ ഒരു ഷോപ്പിൽ ഇന്നലെ 2 ടീച്ചേഴ്സ് വന്നു. ടീച്ചർമാർ വന്നപ്പോൾ അവർ പറഞ്ഞത് ഇത്ര രൂപയ്ക്ക് ആകുമ്പോൾ നമുക്ക് സാരി എടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഒരെണ്ണം എടുക്കാമെന്ന് 2-3 എടുക്കും. അതാണ് മനസ്സിലായത്. ഞാൻ ഒരുപാട് ഇപ്പോൾ ആൾക്കാരെ കഴുത്ത് മുറിച്ച് മേടിക്കും. നമുക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം, അടിപൊളി സാരി എനിക്കറിയാം. സെലക്ഷൻ നല്ല മാതിരി അറിയാം എടുക്കാറ്. പക്ഷെ നമ്മളതൊക്കെ കൊണ്ടുവച്ചു. അതിനൊക്കെ അതിനനുസരിച്ച് വില ഇടണം. അപ്പം അതിനനുസരിച്ച് എല്ലാവർക്കും അത് മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഈ നോർമലി റേറ്റിൽ കിട്ടുന്ന നല്ല സാധനം എന്നുള്ളൊരു പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഫുഡോട് കൊടുത്തിട്ടാണ് ഇവർ നിങ്ങളെ പോലെ ഹെൽത്തി ശരീരം അല്ലാത്ത പോലെ ആവുന്നത്. ഞാൻ ഫുഡ് തിന്നിട്ടാണ് എൻ്റെ ശരീരം ഹെൽത്തി അല്ലാത്തതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തെറ്റി. ഒന്നാമത് ആ കുട്ടിയോട് ഫുഡ് കുറേ ദിവസമായിട്ട് വയ്യാത്ത 15 ചുമയായിട്ട് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ കണ്ണിടാൻ പ്രാകാണ്ടിരിക്കും. കുട്ടികളാണ് അവർ തിന്നട്ടെ വെച്ചാൽ അവർക്ക് ഞങ്ങളിപ്പോൾ എന്നും ബർഗറും പിസ്സയും ഷവർമയും മേടിച്ച് കൊടുക്കല്ല. അവിടെ ഒരു 50 ബിസ്ക്കറ്റാണ് അമ്മ അത് മേടിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഒരു 5 രൂപ ലൈസ് അത് മേടിച്ചു കൊടുത്തു. പിന്നെ ഉള്ളത് ഈ ചോറും. ആ ചോറ് ഒരാൾക്ക് കൊണ്ടുവന്ന ചോറാണ് ഞാൻ ഷോപ്പിൽ കൊണ്ടുപോയത്. അതിലാണ് ഞങ്ങൾ 4 ആൾ കഴിച്ചത്. കുറച്ച് കടലപ്പേരും മീൻകറിയും പിന്നെ എന്തായിരുന്നു ഒന്ന് മോരിക്കറി. ഇതെന്താണ് ഹെൽത്തി ആയിട്ടുള്ളത്. കുട്ടികൾക്ക് ചോറ് കൊടുക്കില്ല നമ്മൾ. പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ്. നിങ്ങൾ ചോറിനാണ്ടാണോ താങ്കൾ വളർന്ന് ഇത്രയും പന്തലിച്ച് വന്നത്? നിങ്ങളെ ചിലവരുടെ രീതി ആവില്ല. ഞങ്ങൾ വീട്ടിൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കും. അത് ഉണ്ടാക്കി എന്തൊക്കെ വയ്യെങ്കിലും ഇന്നിപ്പോ ഞാൻ സത്യം പറഞ്ഞത് ഞായറാഴ്ച റെസ്റ്റ് എടുക്കാന്ന് വെച്ച് കൊതിച്ച് വന്ന ആളാ. അല്ലാത്ത ദിവസം അത്യാവശ്യം കാര്യം കഴിച്ചിട്ട് ഇന്നൊരു ദിവസം വിഷ്ണുപാഴ അമ്പലത്തിൽ പോകണമെന്നൊരു ആഗ്രഹമുള്ള അതിനെ വിചാരിച്ചു. പക്ഷെ ഇന്ന് എൻ്റെ മകൻ ചോദിച്ചത്, ഇന്നലെ വിളിച്ച് രാത്രിയാകുമ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു, അമ്മ എനിക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു.
ഞങ്ങൾ ഷോപ്പിലുള്ളപ്പോഴാണ്. അപ്പോൾ പിന്നെ അച്ഛനും കുഞ്ഞിനും പോയിട്ട് ചിക്കൻ മേടിച്ചു കൊടുന്നു കേട്ടോ. ഞാൻ വന്നിട്ട് കഴുകിയിട്ട് മസാല ചിക്കൻ മേടിച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു. ഞാൻ വന്നിട്ട് കഴുകിയിട്ട് മസാല ആക്കിയിട്ട് കുറച്ച് മസാല ആക്കിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത നാളെ തിങ്കളാഴ്ചയല്ല, സ്കൂളിലേക്ക് എന്തെങ്കിലും അവർക്ക് കൊടുത്തേക്കണമെങ്കിൽ ഞാൻ വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് ബിരിയാണി ഒരുപാട് ഹെവി ആയിട്ട് ഒന്നും ഉണ്ടാക്കാൻ വയ്യ. ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ച് ബിരിയാണിയിലേക്ക് ഞാൻ കിടക്കണം. അല്ല ചേട്ടാ, ബ്രെഡും ചപ്പാത്തിയും ഉണ്ട്. അപ്പോൾ അത് വെച്ച് രാവിലെ ചിക്കൻ കറി കൂട്ടി കഴിച്ചോളും എന്നൊന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. സാമ്പാർ, ഇന്നലത്തെ സാമ്പാർ അല്ലേ, സൂപ്പർ സാമ്പാർ. അല്ല, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ വായിക്ക് രുചി തിരിച്ചിങ്ങനെ കുറേശ്ശെ കിട്ടിയപ്പോൾ ഇത്ര ദിവസം ഭക്ഷണം കഴിക്കുന്നതിനും എന്തോ ഒരു സാധനം ഇങ്ങനെ കഴിക്കാം. വായിക്ക് പുളി ഉപ്പ് വരും ഒന്നും അറിഞ്ഞില്ല. പക്ഷെ കപക്കെട്ട് വന്നിട്ടില്ല മൂക്കാണ്. ഇപ്പോൾ കപ്പപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് രാവിലെ തന്നെ കഴിച്ച് മൂക്കൊരു തുള്ളിമരുന്ന് വെച്ച് രാത്രി ഉറങ്ങുമ്പോൾ ഒഴിച്ച് കിടന്നു. കുഞ്ഞിന് ഇപ്പോൾ തുടങ്ങി. കുഞ്ഞിന് തുടങ്ങിയാലാണ് കൊല്ലുക. നമ്മളൊക്കെ ഇങ്ങനെ മരുന്ന് കഴിച്ചെന്തിനാണ് കുഞ്ഞിന് ചെയ്യുന്ന അറിയില്ല. ഇനി താങ്കൾക്ക് ഫിൽറ്ററാണ് പ്രശ്നം. ഞാൻ മേടിച്ച് നേരിട്ട് വരും, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, നേരിട്ട് എന്തായാലും ഞാൻ ഫിൽറ്റർ മുന്നിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പിന്നിൽ നിൽക്കണത്. ഒരാളായിട്ട് എനിക്ക് അങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു. അടിയിൽ പറഞ്ഞോളൂ. അതെന്ത് നിങ്ങൾക്ക് പറയണതൊക്കെ പറഞ്ഞോളൂ. നമുക്കൊക്കെ അത് കേൾക്കാൻ ബാധ്യത. നിങ്ങൾക്ക് കേട്ടു വെച്ചിട്ട് നമുക്കിപ്പോ നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്തിട്ടൊന്നല്ലോ വന്ന് ന്യായീകരിക്കുന്നത്. അല്ലെ, ഇങ്ങനെയുള്ളവരെ കുത്താനും പിടിക്കാനുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ലൈഫിലൊക്കെ എന്തെങ്കിലും വരുമ്പോഴേക്കും അപ്പുറത്തെ ട്രോളന്മാരുടെ എല്ലാ ട്രോളന്മാരുടെ ഏറ്റെടുക്കും. ഇപ്പൊ ട്രോളന്മാരുടെ ഒരാൾക്ക് ഒരു തെണ്ടിത്തരം ചെയ്തിട്ടോ എന്നിട്ട് എല്ലാ ട്രോളന്മാരെടുത്ത് ട്രോൾ ചെയ്യാം. രണ്ടാമത്തെ തെറ്റ് തന്നത്. എന്നിട്ട് ഒരാളും ഇല്ല. നമ്മൾ ഇതാക്കാൻ എന്താ പറയുക, വായെടുത്ത് തെറി പറഞ്ഞ പോലെ നമുക്ക് ട്രോളാം. ഇഷ്ടംപോലെ ആൾക്കാർ ട്രോളും. പക്ഷെ മാന്യ മര്യാദയിൽ ട്രോളും. ഈ തെറി വൃത്തിയാണ് പറയുന്ന ആൾക്കാരെ എളുപ്പം നമുക്ക് സഹിക്കാം. അതുകൊണ്ട് ഇതാണ് ഈ ട്രോളന്മാരൊക്കെ ആ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്. ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെറുത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് മോള് മിണ്ടിയില്ല. മോള് പിണക്കാണോ ഇത് ചോദിച്ചിട്ട് കൊറേ കൊടി പിടിച്ച് കടന്നു. ഈ വക കാര്യത്തിന് ഒരു പബ്ലിക്കിന്റെ മുന്നിൽ അതെല്ലാ വീട്ടിലും ശ്രീകുമാറിന്റെ ഇന്റർവ്യൂ ഞാൻ ഇതില് കണ്ടോളൂ. ഏതില്, ആനിസ് കിച്ചണില്. അപ്പൊ പറഞ്ഞ മൂപ്പരെ ഭയങ്കരമായിട്ട് കുറെ നാളായിട്ട് പിന്നെ എന്താ കാരണം, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല. എല്ലാ ഫാമിലിയിലും ഇത് തന്നെയാണ്. ഞങ്ങളുടെ ഫാമിലിയിലും ഉണ്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. മിണ്ടോ ഇല്ല. ഞങ്ങളുടെ ഫാമിലിയിലുണ്ട് അങ്ങനെ ബന്ധുക്കളെ എന്തെങ്കിലും കാരണമുണ്ടോ പിണങ്ങ ഇല്ല. എന്താ കാരണമില്ല. പിണങ്ങാണോ മിണ്ടില്ല. അതാണ് തല്ലൂട്ടോ വഴക്കൊന്നും ഇല്ലാണ്ടായാലും പിണക്കുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം നമ്മുടെ സാധാരണ ലൈഫിൽ മാത്രമല്ല എല്ലാവരുടെ ലൈഫിലും ഉണ്ട് ഇത്. ഞങ്ങളിപ്പോൾ എൻ്റെ ശ്രീകുമാർ അത് പറഞ്ഞാലും നമ്മളറിയണം, ഞങ്ങൾ പറഞ്ഞാലും നിങ്ങളറിയണം. അതേപോലെ നിങ്ങളുടെ വീട്ടോടുണ്ട്, എല്ലാ വീട്ടോടും ഉണ്ട് അമ്മയും മക്കളും അച്ഛന്മാരൊക്കെ ആയിട്ട് പിണക്കം. ഞങ്ങളുടെ വീട്ടിൽ പിണക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ദൈവം സഹായിച്ച് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ടാണ് പോണത്. പിന്നെ അവരവരുടെ ഇഷ്ടങ്ങൾക്ക് എങ്ങനെ പോകണോ പിടിക്കണോ ആരും വീട്ടിൽ വരാനല്ല. ഞങ്ങൾ വന്നാലും വീട്ടിലില്ല. അപ്പോൾ ഞങ്ങൾ അവരവരുടെ ലൈഫിലേക്ക് പോയി കൊടുക്കണം. ഞങ്ങളുടെ ലൈഫായിട്ടുള്ളൂ. അതിനെന്തൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. നമ്മുടെ ഉള്ളിൽ എവിടെയാ അത് ഞാൻ ഇങ്ങനെ ഞാൻ ഉരുളെടുത്ത് ബിരിയാണി പാത്രം ഇല്ല. ഇതന്നെ ഭാര്യനെ ഭംഗി പുകഴ്ത്തി പറയാന്ന്. നിങ്ങളുടെ ഭാര്യനെ അല്ലാണ്ട് നിങ്ങളുടെ നാട്ടിലെ ഭാര്യനെ പുകഴ്ത്താൻ പറ്റുമോ? അടിയിട്ടില്ല എനിക്ക്. നമുക്ക് അതിന്റെ ആവശ്യത്തില്ലോ. എന്നെ തന്നെ എടുക്കാനും പതിക്കാനും ഇനിയിപ്പോ ഇതിന്റെ പറമ്പ് ഈ വകുപ്പോ നല്ലതാന്ന്. ഇതിനൊക്കെ എൻ്റെ റീല് ഞാൻ റീലൊക്കെ ഉണ്ട്. നിങ്ങൾ കാണാതിരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എൻ്റെ റീല് ഇടല് കഴിഞ്ഞ എൻ്റെ ആ സാധനം ജോർജൻ്റെ കൊടുക്കുന്ന സാധനമൊക്കെ തീർന്നും ചെയ്തു. ഇത്രയൊക്കെ പോരെ എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞേ നിങ്ങൾ ചിന്തിക്കണ എനിക്കായിട്ട് ഞാൻ പറഞ്ഞേ ഞാൻ സാധാരണക്കാര് ബിസിനസ്സുകാരിയൊന്നും തീർത്തും പറയണ്ടേ. നിങ്ങളിൽ ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് വിളിക്കാം, ചോദിക്കാം. അപ്പം നിങ്ങളൊരു സ്ഥലത്ത് ഇപ്പോൾ ഒരു പേജിൽ ഒരു സാരി നിങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് നിവർത്തി തരണം. നിങ്ങൾക്ക് എൻ്റെ ജാക്കറ്റ് കാണണം, നിങ്ങൾക്ക് അത് മുന്താണി കാണണം, നിങ്ങൾക്ക് ഫുള്ള് കാണിക്കാൻ ആരും കാണിക്കണ്ട ഇല്ലല്ലോ.
ഒറ്റ നടക്കും. പക്ഷെ ഇന്ത്യക്ക് വയ്ക്കുന്നവർ അങ്ങനെയാണ്. എനിക്ക് നിവൃത്തി സാധാരണക്കാരാണ് ഞാൻ. സാധാരണ നിലയ്ക്കാണ് ഞാൻ കച്ചവടം നടത്തുന്നത്. എനിക്ക് അങ്ങനെ കച്ചവടം മതി. എനിക്ക് ദൈവം സാധിച്ച ആ ഒരു കച്ചവടം മതി. സാധാരണക്കാരുടെ കച്ചവടം മതി. എന്നോട് കാശുകാരെ ആരും മേടിക്കും. ഇങ്ങനെ സാധാരണക്കാര് വെച്ചാൽ മതി. എത്രയുള്ളൂ സാധാരണ എനിക്ക് നല്ല തുണിയാണെങ്കിൽ നല്ല തുണിയാണെന്ന് പറയാം. ഒരുപാട് തുണീനെ പറ്റി പേര് പറയുന്നത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നല്ല തുണിയാണോ കാര്യങ്ങളാണെന്ന് നമുക്ക് പറയാം. ഇതെല്ലാം പഠിച്ച് തികഞ്ഞിട്ട് കച്ചവടം ചെയ്യണവര് പാരമില്ല. ഇതെല്ലാം പഠിച്ച് തികഞ്ഞ് കച്ചവടം ചെയ്യണവര് യൂട്യൂബിൽ വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വീഡിയോ എഡിറ്റിങ്ങോ കാര്യങ്ങളോ പഠിച്ചിട്ടല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് വീഡിയോ തുടങ്ങിയത്. മക്കളെല്ലാം ആശ്രയിച്ചിട്ടായിരുന്നു. പൊന്നൂനെ ആശ്രയിച്ച് പൊന്നുമായിരുന്നു വീഡിയോ എടുത്തിരുന്നു എഡിറ്റ് ചെയ്തിരുന്നു കാണുന്നത്. അത് പതുക്കെ 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 എന്നിലേക്ക് എത്തി. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. പതുക്കെ പതുക്കെ പോലൊക്കെ സെറ്റാവും എന്ന് പ്രതീക്ഷിക്കുക. അല്ലാണ്ട് ഇപ്പം നമ്മളെ ഒക്കെ കൊമ്പത്തെ ആൾക്കാരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ സാധാരണക്കാരല്ല. ഞാൻ എപ്പോഴും പറയുന്ന രീതിയിൽ ഞാൻ സാധാരണക്കാരിയാണ്. എനിക്കത് പറയാനൊന്നും മടിയില്ല. ഇപ്പം എൻ്റെ കച്ചവടത്തിലെ മെയിൻ കാര്യം വെച്ചാൽ ഒരു അമ്മ മെസ്സേജ് ചെയ്തിട്ടാണ് മോളെ ഈ ഒരു സാരി 5:30 വരെക്കും ഒന്ന് മാറ്റി വയ്ക്കുക. ആർക്കും കൊടുക്കില്ല. 5:30 ആകുമ്പോൾ മോൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കാശ് ഇട്ടുതരാം. അത് നമുക്ക് വേറൊരു പേജിൽ എല്ലായിടത്തും പോയി പറയാൻ പറ്റുമോ? ഇല്ല. അത് എൻ്റെ അടുത്ത് വന്ന് പറയണമെങ്കിൽ അത് ഞാൻ കച്ചവടക്കാരി ആയതുകൊണ്ടല്ലേ എൻ്റെ ഒരു സാധനം എനിക്ക് വന്ന് പറഞ്ഞു. അതങ്ങനെയാണ്. ഇപ്പോൾ ചേച്ചി ഞാൻ ചേട്ടൻ വന്നിട്ട് കാട്ട് കൊടുത്തിട്ട് ഞാൻ പറയട്ടെ. അത് എല്ലാ ബിസിനസ്സിലും നടക്കുന്നുണ്ടാ? വാ ഇതിലപ്പോ എന്റെ ബിസിനസ് നടക്കണേ. എനിക്ക് അങ്ങനത്തെ വേണ്ടു. എനിക്ക് അങ്ങനത്തെ ഇഷ്ടവും. ഇപ്പൊ ഇന്നലെ 2-3 സ്ഥലം വന്നിട്ട് ആദ്യം അമ്മ മോളെ കാത്തിട്ട് നിൽക്കുക, മോള് വന്ന് കാണിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ മതി. നമ്മളങ്ങനെ സാധാരണ നിലയ്ക്ക് പോട്ടനെ ഒറ്റയടിക്ക് നമ്മളെ എത്തിച്ചു പിടിക്കാന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. കുറച്ചുകൂടെ വെച്ചാൽ ചിക്കൻ വറുക്കണം. ഞങ്ങൾ സാധാരണക്കാരുടെ കച്ചവടം ഞങ്ങളതിൽ ഹാപ്പിയാണ്. പക്ഷെ ആ സാരി അങ്ങനെ എടുക്കുന്ന ആൾക്കാരുള്ളതാണ് ഞാൻ ഹാപ്പി. എന്താ പറയുക, അവർക്ക് അതിനെ എടുക്കാനുള്ളൊരു ഫ്രീഡം എൻ്റെ അടുത്തുണ്ട്. അതാണ് ദൈവം സഹായിച്ചിപ്പോൾ വലിയ അതൊന്നും നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. കോഴിക്കോട് ഒരു അമ്മ വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ തുറക്കുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞായറാഴ്ച നിങ്ങൾ ലീവ് എടുക്കാച്ചിട്ടാണ് പറഞ്ഞു. നിങ്ങൾ തുറക്കുണ്ടെങ്കിൽ എനിക്കൊരു ഉപകാരമായി. ഞാൻ കോഴിക്കോട്ടിൽ നിന്നാണ് നിങ്ങളുടെ അടുത്തേക്കൊന്ന് വരണം, സാരി എടുക്കണമെന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾ എത്തനേറ്റ് 1 മണിക്കൂർ മുന്നേ ഒന്ന് വിളിച്ചാൽ മതി. അപ്പം ഞാൻ വന്നിട്ട് തുറന്നു തരാൻ. അപ്പം അത് നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ടല്ലേ. അല്ലാണ്ട് ഇപ്പം നമ്മളിപ്പോൾ അത് ഞായറാഴ്ചയാണ് പൂട്ടി എടുക്കുകയാണ് വെച്ചാൽ നമുക്കത് വിറ്റ് പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം ഇന്നലെ ഒരു ടീച്ചർ വന്നു. അവർക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇന്നലെ 2 ടീച്ചർമാർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ്. അപ്പം നമുക്കത് സന്തോഷം. അവരൊക്കെ ചാവക്കാട് അല്ലെങ്കിൽ ചാവക്കാട് കടകളില്ലാഞ്ഞിട്ടല്ല എന്നെ തേടി വരുന്നത്. മൂന്നാമത്തെ തവണ വരുന്നത്. ശനിയാഴ്ച നമ്മള് അത്യാവശ്യമായിട്ട് നമ്മള് തൃശ്ശൂർ കൊണ്ടുവന്നു. അപ്പോ അന്ന് കടയിൽ വന്നിട്ട് അവര് വിളിച്ചു. അതിന്റെ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ തവണ വരുന്നതാണ്. അപ്പൊ ചാവക്കാട് അവര് നമ്മളെ തേടി വന്നപ്പോ നമുക്കതൊരു സന്തോഷമില്ലേ. അവര് സന്തോഷത്തിന് തിരിച്ചും കൊണ്ടാ പോയത്. അതായത് നിങ്ങളുടെ നല്ല സെലക്ഷൻ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായി, ഇനി വരാട്ടാ ടീച്ചേഴ്സിനോട് പറയാം. അപ്പൊ നമ്മൾ അത് മതി. നമുക്ക് അതാണ് വലിയൊന്നല്ല. അപ്പൊ നമുക്ക് ആ ഒരു സന്തോഷവാക്ക് കേൾക്കുമ്പോ നമുക്കത് ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആ ഒരു കച്ചവടം എനിക്ക് മതി. ഇപ്പൊ ഞങ്ങള് സ്നേഹിക്കണവര് ഞങ്ങളുടെ അടുത്ത് വന്ന് മേടിക്കുക. അപ്പൊ ഗൾഫിൽ നിന്നടക്കം വന്നിട്ട് അവർക്ക് മേടിക്കാൻ സാമർത്ഥ്യ കടകൾ ഈ നാട്ടിലുണ്ടായിട്ടും അവർ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളോട് ഇഷ്ടം കൊണ്ടാ. മനസ്സിലായ? അത് മതി. ആ ഇഷ്ടത്തിന് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് ചേച്ചി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ചേച്ചിയിൽ മേടിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യം അങ്ങനെയൊക്കെ പറയണ ഒരു ഇഷ്ടം പോയിട്ടുണ്ട്. അത് മതിയെന്നേ. നമ്മള് വലിയതിന് അറ്റമൊന്നും ഇല്ലല്ലോ. ഒറ്റയടിക്കാണ് കോടീശ്വരന്മാരാവണമെന്ന് വെച്ചാൽ നടക്കുവോ? പതുക്കെ കച്ചവടം. അങ്ങനെ കോടീശ്വരനാവണം എന്നുള്ള ചിന്തല്ല. നമുക്ക് ജീവിച്ചു പോകണം, നമ്മുടെ മക്കളെ നോക്കണം, അത്ര മാത്രം. നിങ്ങളെ കുറച്ച് ബാധ്യത അതൊന്ന് അതിപ്പോ ഇതിന് നേടുന്നുള്ളതല്ല. അതൊക്കെയാണ് നമ്മുടെ മനസ്സിലാഗ്രഹം. എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനത്തെ നെഗറ്റീവായിട്ട് വന്നാൽ
അത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ യാതൊരു പരാതിയില്ല, അതിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ തോറ്റ് കിടക്കണോന്ന് എനിക്ക് ഇനി എങ്ങനെ തോൽപ്പിക്കാം? തോറ്റ ആൾക്കാരെ വീണ്ടും തോൽപ്പിക്കാൻ പറ്റൂല. ഞങ്ങൾ ഓൾറെഡി തോറ്റ് കിടക്കണവരാ. ഞങ്ങളെ തോൽപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല മക്കളെ. ഞാൻ 10ാം ക്ലാസ് തോറ്റു, അത് ഒരു തവണ തോറ്റാലും ഇനി അത് എഴുതി തോറ്റാലും ഒക്കെ തോറ്റു എന്ന് തന്നെയുള്ളൂ. എനിക്ക് അതിന് പരാതി ഉണ്ടല്ലോ. നമുക്കുള്ള കഴിവിനനുസരിച്ചല്ലേ നമ്മൾ ജയിക്കുള്ളൂ. നമ്മൾ ജയിക്കാൻ തയ്യാറാവണില്ല, മനസ്സിലായി? നമ്മൾ നിങ്ങളുടെ മുന്നിലൊക്കെ തോറ്റ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കട്ടെങ്കിൽ ആ രീതിയിൽ തന്നെ. ഇപ്പം നമ്മൾ ഒരു വീലിട്ട് വെച്ചിട്ട് നിങ്ങളിപ്പോൾ അങ്ങനെ നടക്കാൻ പാടില്ല, ഇങ്ങനെ നടക്കാൻ പാടില്ല, നിങ്ങളെ പോലുള്ളവർ അങ്ങനെ ഇല്ല. നിങ്ങളെ പോലുള്ളവർ എങ്ങനെ ഉണ്ടായാലും കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഇതുവരെ സത്യസന്ധമായിട്ടാണ് ജീവിച്ചത്. ഇനി നാളെ അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ പോലുള്ള ഒരു തിരുപ്പുണ്ടാക്കണ്ട, അത്രേ ഉള്ളൂ. പ്രഷറൊക്കെ തീരെ ഇല്ലാത്താണ് സമാധാനം, സത്യം. ഇത് നമ്മള് പറയണത് എന്തുകൊണ്ടാന്ന് പറയാൻ തോന്നിയോണ്ട് പറഞ്ഞതല്ല. നിങ്ങളെ സംബന്ധിച്ച് നമ്മളിത് കേൾക്കാനും ഇതൊന്നൊരു വിഷയമാണ്. എന്തായാലും നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണമല്ലോ. നിങ്ങൾ എന്തായാലും നെഗറ്റീവ്സിന് കാര്യമാണ്. ഞാൻ വീഡിയോ ആദ്യമാണ് നിങ്ങളൊരു നെഗറ്റീവ്സിൻ്റെ ആൾക്കാർ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കായിട്ട് ആദ്യം ഇത് സംസാരിച്ചു തന്നുള്ളൂ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടോ. ബൈ. ഞായറാഴ്ച സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അല്ലേ? അങ്ങനെ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. അപ്പോൾ രാവിലെ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ എന്നോട് എനിച്ചു ഇന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇന്നാണ് അവർക്ക് ബിരിയാണി തിന്നാൻ പിള്ളേർക്ക് ഒരാഗ്രഹം. ഇന്ന് ശരി, കുഞ്ഞിന്ന് രാത്രി ചിക്കനൊക്കെ മേടിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാത്രി തന്നെ കഴുകി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ പരട്ടി ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണീച്ച ശേഷം എന്നോട്ട് സബോള ഇതൊക്കെ അരി. അപ്പോൾ ഞാൻ കേട്ടോ നമുക്ക് ചിക്കൻ കറി കുറച്ച് ഗ്രേവി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചപ്പാത്തിയും കുടുക്കനെ ഉണക്കി കഴിക്കില്ല. അപ്പോൾ അവർക്ക് ബ്രെഡും കൂടി കൊടുക്കാൻ ചിക്കൻ കറി. അപ്പോൾ ഇന്ന് ഇത് പോരെ വെച്ചു. അപ്പോൾ രണ്ടു ആ മതി എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞാൻ ചെടപടാന്ന് വെച്ചിട്ടാണ് പരിപാടി. സബോള ചിക്കൻ കറിക്കുള്ള സബോളയും ബിരിയാണിക്കിടാനുള്ള സബോളയും വറുത്ത് കോരി എടുത്ത് വെച്ചു. ചിക്കൻ വറുക്കാട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ വറുക്കണ കാണുമ്പോൾ തിന്നാൻ തോന്നുന്നു. നോക്കി നല്ല നിറം. അപ്പോഴേക്കും നമ്മുടെ അവിടെ ജീരകശാല അരി 1 മണിക്കൂർ കുതിർത്തിയിട്ട് നമ്മൾ പച്ചയും ഗ്രാമ്പും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ചതച്ചാൽ ഉപ്പൊക്കെ എടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അരി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൽ കാണുന്ന അതേപോലത്തെ സ്പീഡിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. എന്താ വെച്ചാൽ വയ്യ ചില ദിവസങ്ങൾ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വെച്ചത്, പക്ഷെ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഇതേ ഊറ്റിയെടുക്കുകയാണ് ചടപടാന്ന് വെച്ചിട്ട്. ഞങ്ങൾക്ക് കയ്യിലോട്ടില്ലാത്ത കാരണം ഞങ്ങൾ അരിപ്പയിലാണ്, ഈ നാളികേരപ്പാൽ അരയ്ക്കുന്ന അരിപ്പില്ല അതിലാണ് കേട്ടോ ചോറ് ഊറ്റിയെടുക്കുക. പക്ഷെ മറ്റേ അരിപ്പ എനിക്കൊന്ന് കയ്യിലോട്ടേക്കാളും നല്ലതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക്, അതേ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചിട്ടു കേട്ടോ. പിന്നെ തക്കാളി ഇട്ടു. തക്കാളി ഇട്ടതിൻ്റെ മുകളിലേക്ക് പൊടികൾ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൊടിയൊക്കെ ഇട്ട് അത് നന്നായി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചിക്കൻ മസാല നന്നായി ഇങ്ങനെ ആ പച്ചക്കുത്ത് പോകണമായിരിക്കും ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ അടിയിൽ ഇങ്ങനെ പിടിച്ചാൽ അതൊന്നും നിങ്ങൾ സാരാക്കണം കേട്ടോ. അതൊന്നും ഒരു വിഷയമല്ല. ഈ ഈ വറുത്ത ചീഞ്ചട്ടിയിൽ ആ ചിക്കൻ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ മസാല പറ്റിയ ആ ചിക്കൻ്റെ മുളക് വെള്ളമില്ലേ, അതാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട്. എന്നുവെച്ചാൽ ചിക്കൻ്റെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഇതാ. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മളിത് അതൊക്കെ ചെയ്തതിന് ശേഷം നല്ല പുളി കുറഞ്ഞ കട്ട തൈര് അതൊരു 2-3 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റ് നോക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിങ്ങനെ ഇളക്കി എടുക്കുമ്പോഴേക്കും 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പില്ല, അത് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒരു 3-4 സബോള വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ നിറം ഒന്ന് നോക്കി നോക്കിയേ. ഇത് കണ്ട് ആർക്കും ഒന്നും കഴിക്കാൻ തോന്നില്ലേ? പിന്നെ നമ്മൾ മല്ലിയില, ഒരു പിടി മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുത്തുട്ടാ. ബിരിയാണിക്കാണെങ്കിൽ നമ്മൾ ആക്കിയ പാകം കറക്റ്റാണ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബിരിയാണിക്ക് മാത്രമുള്ളവർ ശ്രദ്ധിക്കുക, അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം ഒഴിക്കണേക്കാൾ മുന്നേ വരെയുള്ള അതും അവസരിക്കുക. ആ ചിക്കൻ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇളക്കി അങ്ങനെ വരട്ടി എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആവട്ടെ. ഞാനിത് പിന്നെ ഉണ്ണുകൾക്ക് ചപ്പാത്തിക്കും ബ്രെഡിനും കുറച്ച് ഗ്രേവി വേണം. ഗ്രേവി ഭയങ്കര ഇഷ്ടം ഉണ്ണുകൾക്ക്. ചിക്കനേക്കാളും ഇഷ്ടമാണ് ചിക്കൻ്റെ ഗ്രേവി, കുണുക്കനായാലും കുണുക്കിക്കായാലും.
അപ്പം നന്നായി ഇളക്കി 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 ഇങ്ങനെ 10-15 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി ഇളക്കി നിൽക്കുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു നിറം കളറൊക്കെ ഇങ്ങനെ വന്നു. നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ബിരിയാണിയിലേക്ക് ഊറ്റി വെച്ച് നമ്മൾ ദമ്മിടാൻ പോകട്ടോ. ദമ്മിടുമ്പോൾ ആദ്യം റൈസ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച സബോള ഒന്ന് കോരിട്ട് കൊടുക്കാം. സബോള വറക്കുമ്പോൾ ഗോൾഡൻ കളറായ വശം കോരിക്കോട്ടെ, അല്ലെങ്കിൽ കറുപ്പ് നിറം കൂടുതൽ കരിയാണ്. ഇതാണ് ശരിക്കും സബോളയുടെ കറക്റ്റ് വറവ്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഭംഗിക്ക് ഇട്ട് കൊടുത്തു. തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് തിന്നാം. പിന്നെ പൈനാപ്പിൾ, അത് മെയിനാണ്. മല്ലിയില, പുതിനയില. പിന്നെ നമ്മൾ പാല്, പശുമ്പാല് കാച്ചിയരിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതാണ് കളറിന് ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ നെയ്യ് ഇങ്ങനെ വെറുതെ ഒന്ന് ചിറ്റിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം നെയ്യൊന്നും ഒഴിക്കണില്ല. പിന്നെ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്നത്. നോർമൽ എൻ്റെ ഒരു സാധാ ബിരിയാണി ഇങ്ങനെയാണ്. ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ബിരിയാണി. പക്ഷേ പറയൂ. ഒരു വെള്ളം ദാഹവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കഴിച്ചാൽ നമുക്കൊരു ഉറക്കം വരും. ചില സ്ഥലത്ത് ബിരിയാണി കഴിച്ച ഉറക്കം വരും. പതുക്കെ പറയുന്നത് ഇവിടെ ഒന്ന് പറയണം. ചില സ്ഥലത്ത് ബിരിയാണി കഴിച്ച ഉറക്കം വരും. വെള്ളം കുടിച്ച് തോൽക്കും. ഇത് സ്പെഷ്യൽ ബിരിയാണി, അടിപൊളി. ഞാൻ ഇന്റെ മുന്നേ കുറേ നാൾക്ക് ഗർഭിണിയായിട്ട് ബിരിയാണി ബിരിയാണി ഭക്ഷണം കഴിച്ചിരുന്നില്ല. കഴിച്ചില്ല. പക്ഷേ ഈ ബിരിയാണി നേരം കുഞ്ഞ് കഴിച്ചോട്ടാ. ഞാനൊരു 1.5 കിലോ ബിരിയാണി ഇരിക്കാൻ ഉണ്ടാക്കി. ഞാൻ എൻ്റെ ബിരിയാണി ചെമ്പൊന്നും ഇല്ലാത്താണ് ഞാൻ സ്പെഷ്യൽ ഗർഭിണികൾക്കുള്ള ബിരിയാണിയാണ്. സത്യം ഗർഭിണികൾക്ക് സൂപ്പർ ആയിരിക്കട്ടെ. ഈ ഒരു ബിരിയാണിയും നല്ല വെളുത്തുള്ളി ചരക്കരട്ട ചമ്മന്തി ഒക്കെ കൂടി ആകുമ്പോണ്ടല്ലോ. നല്ല ബിരിയാണി ആയിരുന്നില്ല. പക്ഷെ തിന്നെ നല്ല സൂപ്പർ ചിക്കൻ കറി, നല്ല മസാല. ആ സബോളയൊക്കെ വറുത്തിട്ടുണ്ടാക്കിയാണ് ചിക്കൻ കറിയുടെ ഗ്രേവി തന്നെ വെറുതെ അയക്കാം. അടിപൊളിയായിരുന്നു. അപ്പൊ അതുപോലെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാക്കിക്കോ അല്ലേ? അവർക്ക് അത് ഇഷ്ടാവുന്നുണ്ട്. അതാണെങ്കിൽ സമാധാനം. അച്ചു പറയണതേ, അമ്മ കുറച്ചുകൂടി മുന്നേ ഞാൻ വരേണ്ടതായിരുന്നു. ഇപ്പൊ അമ്മ ജോലിക്ക് ഷോപ്പിൽ പോടാൻ എനിക്ക് നല്ല ഫുഡുകളൊന്നും കിട്ടില്ല. പണ്ടാണെങ്കിൽ അമ്മ നല്ല നല്ല കുറെ ഫുഡുകൾ വെറൈറ്റി ഉണ്ടാക്കിയായിരുന്നു. ശരിയായിട്ട് ഇപ്പൊ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് നേരില്ല. എന്നാലും പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വരൂലേ. ഇന്നിപ്പോ അവന് ചിക്കൻ കറി ഇഷ്ടമായി കാരണം ഇന്ന് ചിക്കൻ കറിയൊക്കെ വെച്ച് വെച്ചിട്ട് ഞാൻ പോന്നിട്ടുണ്ട്. രാവിലെ അല്ലേ കുറച്ച് ചിക്കൻ ഇതിന്റെ ബിരിയാണി ബാക്കിയുള്ളത് ഞാൻ ഉണ്ടാക്കി ചൂടാര വെച്ച് ഞാൻ പാത്രം ബിരിയാണി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്നും ഞങ്ങളോട് തിന്നാൻ കൂട്ടിയാൽ പറ്റില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ ഇത് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഇന്ന് കുണുക്കിന് അച്ഛനുള്ളത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുണുക്കിന് കൊണ്ടുപോയി അച്ഛനുള്ളത് അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയുടെ കളർ നോക്കിയാട്ടാ, ഒരു കളറും ചേർത്തില്ല കേട്ടോ. വെറും മഞ്ഞപ്പൊടി പശുമ്പാലിലാണ് ചേർത്ത് ഒഴിച്ചിരിക്കുന്നത്. പശുമ്പാൽ ഒഴിക്കുമ്പോൾ റൈസിന് വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. റൈസിന് ഒരു പ്രത്യേക റൈസ് ഒറ്റയ്ക്ക് തിന്നാം. റൈസ് അതായത് വെജിറ്റേറിയൻകാർക്കൊക്കെ ഉണ്ടല്ലോ റൈസ് വെറുതെ കഴിക്കാട്ടോ. ഒരു ചിക്കനോ കാര്യങ്ങളോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ ഒഴിക്കുന്നതാണ് ചെറുനാരങ്ങ നീരും പൈനാപ്പിൾ എസൻസ് കൂടിയിട്ട് കുറച്ച് അങ്ങോട്ട് ചിറ്റിച്ച് ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ ബിരിയാണിയുടെ സ്മെല്ലുണ്ടല്ലോ. എന്നിട്ട് അച്ചു അവരെ ഉറങ്ങി എണിച്ചാലുമ്പോഴേക്കും ഇവിടെ ബിരിയാണി ആയി. അപ്പം അച്ചു ബിരിയാണിയുടെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ രാവിലെ. അങ്ങനെ ശരിക്കും ബിരിയാണി ഉണ്ടാക്കും കുണുക്ക് പുറത്തുനിന്ന്. അമ്മ പുറത്തേക്കൊക്കെ ബിരിയാണിയുടെ മണം വരുന്നു. കുറ്റായിട്ട് പറയല്ല കേട്ടോ. അങ്ങനെ പുറത്തേക്കൊക്കെ മണം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൈപ്പിഴ വരാറുണ്ട്. അതായിട്ട് പറഞ്ഞു നമ്മളിപ്പോ ശ്രദ്ധിച്ചോട്ടെ. ഒരു 1-2 അച്ചുവിനെ ഉണ്ടാക്കി ഒന്ന് അടിയിലൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. കൈപ്പഴൊക്കെ വരുമ്പോ അത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ആർക്കായാലും ഒരു ചെറിയ കൊതി ഇറങ്ങൂലോ. അപ്പൊ അതിന്റെ ഒരു ഇത് നമ്മുടെ ബിരിയാണിക്ക് ഇനി സ്പെഷ്യൽ ഇതൊന്നും പറയണ്ട. നിങ്ങൾക്ക് നെഗറ്റീവ് വരും വേണ്ട. കുറെ നാൾക്ക് ശേഷം ചിക്കൻ ബിരിയാണി ഒക്കെ മണെടുത്ത് എന്റെ സന്തോഷത്തിൽ ഞാൻ ഓടിക്കൊണ്ട് നടക്കണ്. എനിക്ക് കുറെ ദിവസമായിട്ട് ഒന്നിനും മണം അറിഞ്ഞിരുന്നില്ല. ഇന്നലെ മിഞ്ഞാന്ന് തൊട്ട് തരി സാമ്പാർ കൂട്ടി ചോറിനപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ചപ്പാത്തി സാമ്പാറായിട്ട് മിഞ്ഞാന്നത്തെ സാമ്പാർ കൂട്ടിയാണ് ഞാൻ രാവിലെ ചപ്പാത്തി കഴിച്ചത്. പൊറോട്ട ആ സാമ്പാർ തുടങ്ങി വേറെ ലെവലാണ്. ഇപ്പൊ എല്ലാം കഴിക്കാൻ പറ്റും, അതാണ് അവസ്ഥ. അങ്ങനെ ഞാൻ എല്ലാവരും രാവിലെ എണിച്ചു വന്നിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വീട്ടിലെടുത്തില്ല. പിന്നെ ഞാൻ കോഴിക്കോട് നിന്ന് ഒരു ചേച്ചി സാരി എടുക്കാൻ വേണ്ടി എന്നിട്ട് വിളിച്ചിരുന്നത്. അപ്പോൾ ആ ചേച്ചിക്ക് സാരി ഒക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം
ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ കുഞ്ഞൻ പറഞ്ഞ അമ്മ എത്താറായി, ഞാൻ ഫുഡൊക്കെ എടുത്ത് മേശയും ഇരിക്കുന്നുണ്ട്, കുഞ്ഞിനും അച്ഛനും വിശന്നിട്ട് വയ്യ. കുഞ്ഞിനെ അച്ഛൻ പറയാം വേറെ വല്ല ഭക്ഷണമാണെങ്കിൽ ഇത്ര വിശക്കില്ലായിരുന്നു, ബിരിയാണി കഴിക്കാൻ ഒരു പ്രത്യേക വിശപ്പ്. കാത്തിരുന്നിട്ട് അവർക്ക് പാവം ക്ഷമ കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കഴിക്കായിരുന്നില്ലേന്ന് ചോദിച്ചോട്ടാ. ഞാൻ അച്ഛനും അമ്മയും വന്നിട്ട് കഴിക്കാന്ന് ചോദിച്ചു. അങ്ങനെ ഇല്ലാണ്ടാവണം എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി. നമുക്ക് ഒരുപാട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാറില്ല. ഇപ്പൊ ബീഫോ അതൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പൊ ഉള്ളതുകൊണ്ടാണെന്നല്ല ഞങ്ങൾ കുറച്ച് ചിക്കൻ മേടിച്ചു. ഞങ്ങൾ ആ ബിരിയാണി ഉണ്ടാക്കി. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇപ്പൊ അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല. അപ്പൊ ഉണ്ണോൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കിട്ട് ഞങ്ങളിപ്പോ ആദ്യമൊക്കെ ശനി ഞായറൊക്കെ ഭയങ്കര ഉണ്ണാളെ കൊണ്ട് പുറത്തേക്ക് പോകാറുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ അവർക്ക് സ്കൂള് പഠിപ്പ് മാത്രമല്ല കേട്ടോ. ചില സമയത്ത് നമുക്ക് തന്നെ സ്കൂള് പഠിപ്പ്, നമ്മള് വീട് ഷോപ്പ്, വീട് ഷോപ്പ്, പണിയുടെ ഷോപ്പ്, ഇതന്നെ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ബിരിയാണി ഞാൻ കുറച്ചെടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു ഉണ്ണിയെ നീ ഇന്ന് കുറച്ച് കൂടുതൽ കഴിച്ചിട്ട് ഉണ്ണി ഇത് എന്നും ഉണ്ടാക്കണതൊന്നും അല്ലല്ലോ. ആ ബിരിയാണി റൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ എന്നെ അറിയില്ല എൻ്റെ ടേസ്റ്റ് സത്യം ഭയങ്കര ടേസ്റ്റ്. ഇന്നേക്ക് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നു. വിശന്നിരിക്കണോടോ തോന്നുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ഇഡ്ഡലി കഴിച്ച പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ വിശന്നിരിക്കണോടോ തോന്നുന്നു. ഇത് കാണുമ്പോഴേ ആ ചിക്കൻ ഇങ്ങനെ നുള്ളിയിട്ട് ആഹാ ആ ബിരിയാണിയുടെ ഉള്ളിക്കൊന്ന് ഇങ്ങനെ വെച്ച് ഇന്ന് രാത്രി മിക്കതും എനിക്ക് തോന്നണത് കഞ്ഞിയാവാനാ സാധ്യത. വെച്ചിട്ടുണ്ടോ കഞ്ഞി? പിന്നെ പോയിട്ട് ഞാൻ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം. ഹലോ അങ്ങനെ ഹായ്. അപ്പൊ ഞാൻ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ ഇപ്പോൾ ചുരിദാർ മെറ്റീരിയൽ കാണിച്ചു തരുന്നത് വേറെ ഒന്നുമല്ല. കുറേ ആൾക്കാർ സാരി ഉടുക്കാത്തവരുണ്ട്. ചേച്ചി ഞാൻ സാരി അങ്ങനെ ഉടുക്കില്ല, സാരി യൂസ് ചെയ്യില്ല, ഞാൻ ചുരിദാറുകളാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ വർക്കിന് ജോലിക്കൊക്കെ പോകുമ്പോൾ ചുരിദാറുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ടീച്ചേഴ്സും ഒക്കെ ചുരിദാറാക്കി. 100-ൽ പറഞ്ഞില്ലേ ഒരു 80% സ്കൂളിലും ചുരിദാറും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കുറച്ച് സ്കൂളിൽ മാത്രമല്ല ഇപ്പോൾ സാരി അങ്ങനെ ഉടുത്ത് പോകുന്ന ഒരു സ്ഥലങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ചുരിദാർ എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ജോലിക്ക് പോകുന്നവരെ പ്രത്യേകിച്ച് രാവിലെ പോയി രാത്രി വരുന്നവരേക്കും നമുക്ക് ഇടാൻ സുഖമുള്ള മെറ്റീരിയൽ ആവണം അല്ലേ. അപ്പോൾ ലിനൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാലോ അത്രയും സുഖമുള്ള ഒരു തുണി വേറെ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. അത്രയും അടിപൊളി മെറ്റീരിയൽ വരുന്ന ഒരു ചുരിദാർ സെറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഡാർക്ക് ബ്ലാക്ക്, ഇതിങ്ങനെ ഒരു കര വരുന്നുണ്ട്, ഇടയിൽ ഒരു വൈറ്റ് യെല്ലോ ഷെയ്ഡും. നല്ല സൂപ്പർ, ഇതേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാൽ ലിനൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, വെറുതെ ജസ്റ്റ് ഞാൻ അത് സ്റ്റിച്ച് ചെയ്തതല്ല, വെറുതെ മെറ്റീരിയലാണ്. അത് ജസ്റ്റ് ഞാൻ വെറുതെ ക്ലിപ്പിട്ട് ബാക്കിൽ വെച്ചിട്ട് ഷോള് മാത്രം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും എന്തൊരു ഭംഗിയില്ല. അതുപോലെ ഷാളൊക്കെ ചില ഷാളുകൾ ഇങ്ങനെ പൊള്ളച്ചെടുക്കും, അപ്പം നമുക്കത് യൂസ് ചെയ്യാൻ ഒരു സുഖം ഉണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക അടിപൊളി മെറ്റീരിയൽ. ഷോള് 2 സൈഡും ഫുള്ള് മുട്ടിയിട്ട് കിടക്കണം. വലിപ്പം നോക്കൂ കണ്ടോ, 2 സൈഡും ഷോള് മുട്ടിയിട്ട് കിടക്കണം. അതേപോലെ ചുരിദാറിൻ്റെ തുണി നല്ലൊക്കെ ഒരു ത്രിബ്ലക്സിൽ വരെ ഷുവറായിട്ടും അടിക്കാൻ പറ്റിയ അത്രയും വലിയൊരു മെറ്റീരിയലും കാര്യങ്ങളാണ്. ഇതിൻ്റെ പാൻറ് വരുന്നത് ഈ ഒരു ബ്ലാക്കിലാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബ്ലാക്ക് കണ്ട അതിൻ്റെ ഒരു ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബ്ലാക്കിലാണ്, നല്ല ഡാർക്ക് ബ്ലാക്കാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഈ ചേച്ചിക്ക് പറയാൻ അറിയില്ല, ഈ ചേച്ചി സത്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തുണീനെ പറ്റി മുൻപരിചയമോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ സാരി എടുക്കാൻ പോകുമ്പോൾ ഇന്ന സാരിയുടെ തുണി വേണം, ഇന്ന തുണി വേണമെന്ന് ഞാനും പറയാറില്ല. പർച്ചേസ് ചെയ്യുന്ന പോകുമ്പോൾ എനിക്ക് പണ്ടോട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കി കിടക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ അല്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയൽ, സോഫ്റ്റ് മെറ്റീരിയൽ, ഇങ്ങനെ ഉടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊള്ളച്ച് ഞാൻ അങ്ങനെ മാത്രം നോക്കുള്ളൂ. അത് എന്ത് മെറ്റീരിയലാണ് എന്ത് തുണിയാണെന്ന് ഒരുപാടൊന്നും ഞാൻ അങ്ങനെ അന്വേഷിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഇനി ഞാൻ ചിലപ്പോൾ പേരും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കറക്റ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കും. ലിനനൊക്കെ പിന്നെ ഏതൊരു കാലഘട്ടത്തിലും നമുക്ക് അറിയണ ഒരു കാര്യമാണ്. ലിനൻ, ജോർജറ്റ്, കോട്ടൺ, ഷിഫോൺ, അങ്ങനെ കുറേ അതൊക്കെ നമുക്ക് അറിയണ ഒരു ഇതാണ്. ഷിഫോണിലുള്ള ചുരിദാറുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷിഫോണിൻ്റെ ചുരിദാർ അതിൻ്റെയും ഒരു 2-3 കളക്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാർ പറയണ കാര്യമാണ് ഞങ്ങൾക്ക്
ബുക്ക് ചെയ്യാൻ അറിയില്ല, ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ കുറേ അമ്മമാർ, വീട്ടിലുള്ള അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് ബുക്ക് ചെയ്യാൻ അറിയണില്ല, അങ്ങനെ ഓരോ സ്ഥലം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഡ്രസ്സ് മേടിക്കുന്നവർക്ക് ബുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിൻ്റെ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ പോകുന്നുണ്ട്, അതിലൊന്ന് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ, ഇപ്പോൾ ഞാൻ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ കാണിച്ചിരി, അത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഇന്നത്തെ വീഡിയോയിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിച്ച് നിങ്ങൾക്ക് വ്യക്തമാക്കി ക്ലിയർ ആക്കി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പിന്നെ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് കേട്ടോ. എന്താ വെച്ചാൽ കുറേ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മക്കൾ നാട്ടിലില്ല, പോയി മേടിക്കാൻ അച്ഛനും അമ്മമാർക്ക് ബുദ്ധിമുട്ടാണ് കൊറിയർ ഓഫീസിൽ പോകാനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ സൗകര്യങ്ങളൊക്കെ നോക്കി നമ്മൾ കൊറിയർ ചെയ്യുന്നത് പോസ്റ്റ് വഴിയാണ്. ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പറ്റി നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്ന എനിക്കറിയുന്ന ചില കാര്യങ്ങൾ. അത് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് എങ്ങനെ അറിഞ്ഞാലും എന്നെ മനസ്സിലാക്കുന്നവർ, ഞാൻ എന്താണെന്ന് അറിയണവർ എൻ്റെ നിന്ന് മേടിക്കുന്നുണ്ടൊക്കെ. ഇപ്പം അങ്ങനെ പോട്ടെ, ഇനിയിപ്പോൾ ഭാവിയിലത്തെ കാര്യമില്ല. നമ്മളിതൊക്കെ ഒന്ന് വെച്ചിരി 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 ഇങ്ങനെ കയറുകയാണെങ്കിൽ അപ്പം നോക്കാം, നമുക്കിതിനെ പറ്റി പഠിക്കാനും കാര്യമില്ല. എനിക്ക് ചുരിദാർ ഭയങ്കര ഇഷ്ടമായി. അതേപോലെ നിങ്ങളൊരു ബിസിനസ് നിങ്ങൾക്ക് എല്ലാം കാണുമ്പോൾ എനിക്ക് വേണം, എല്ലാം കാണുമ്പോൾ എനിക്ക് വേണമെന്നല്ല, അതിൽ ചിലതിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. എനിക്ക് അടിച്ച് ഇടണമെന്ന് തോന്നും. അല്ലെങ്കിൽ നമുക്ക് അതാണല്ലോ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു സാധനം, അത് അത്രയും നല്ലതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് സൂപ്പറാട്ടോ, അടിപൊളി മെറ്റീരിയലാണ്. നിങ്ങൾക്ക് വീണ്ടും ഞാൻ കാണിച്ചു തരാം. ബാക്കിലേക്ക് നിന്ന് കാണിച്ചു തരാൻ അറിയില്ല, കണ്ട അത്യാവശ്യം ഞാൻ ഇവിടെ വരയ്ക്ക് വെച്ചതായിട്ടും ഫുൾ ലെങ്ത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നവും വരില്ല. അപ്പം നമുക്ക് ലിനൻ്റെ അടുത്തൊരു കളർ കണ്ടാലോ, വരാട്ടോ. അപ്പോൾ അടുത്തത് ലിനനിൽ വരുന്നത് നല്ല ഡാർക്ക് മെറൂണാട്ടോ. എന്തൊരു ഭംഗിയാന്ന് പറയും. എല്ലാത്തിൻ്റെ ഡിസൈനിന് കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് ലിനൻ്റെ ആയാലും. ഷോളിൻ്റെ വലിപ്പം എനിക്ക് കൈ നോക്കി ഷോള് കിടക്കണ നോക്ക്, ഇത്രയും ലെങ്തിൽ അത്രയും വലിയ ഷോളാട്ടോ. അല്ല എന്ത് ഭംഗി ഇങ്ങനെ കിടക്കണം. സത്യം ഇങ്ങനെ ഇട്ടിട്ടേ നമ്മൾ സൂചിയോ കാരണം ഒന്നും ഞാൻ കുത്തിയിട്ടില്ല. എന്നിട്ട് നമ്മളതിനെ ഇട്ട ആ ഒരു ലെവലിലേക്ക് തന്നെ ആ ഷാൾക്ക് എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ്. അത് ലിനൻ, എനിക്ക് ഇതുവരെ ലിനൻ്റെ ചുരിദാർ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ലിനൻ്റെ സാരികളുണ്ട്, അതിൻ്റെ ചുരിദാറൊക്കെ മെറ്റീരിയൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. എന്തൊരു യൂസ് ഒട്ടിപ്പൊളി. നമുക്ക് ഭയങ്കര ഒരു എങ്ങനെയൊക്കെ പോകുമ്പോഴും നമുക്ക് ഈ ഷാൾ ഇങ്ങനെ പോവാ, ഊരി പോവാ, പക്ഷേ അങ്ങനെയൊന്നും തോന്നുന്നു. കണ്ടോ, ഫ്രീ ആയിട്ട് കഴിഞ്ഞു. സൂപ്പറാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫുൾ. ഇതിൻ്റെ പാൻറ് വരുന്നതും ഇതാണ് എൻ്റെ പാൻറ് വരുന്നത് കേട്ടോ. എന്തൊരു രസമല്ലേ. ലിനൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു ചുരിദാറിൻ്റെ പ്രത്യേകത ഏജ് ഡിഫറൻസിലായിട്ട് ഏത് ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ചിലതൊക്കെ ഒരു ഏജ് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ ചിലവർ മടിക്കും, പക്ഷേ ഇങ്ങനൊരു മടിയേ ഇല്ലാത്തൊരു എല്ലാ ഏജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ, ഡിസൈനും കാര്യങ്ങളും ഒക്കെ നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് 3 കളറും എൻ്റെ ഉള്ളത് 3 കളറാണ് കേട്ടോ. ഞാൻ കുറേ കളറുകളൊന്നും ഇറക്കിയില്ല. അതിൻ്റെ പല കളറുകൾ ഉണ്ടെങ്കിൽ പോലും എനിക്കത് ആ കളറിലേക്ക് വരുമ്പോൾ എനിക്ക് അത്രയ്ക്കും അങ്ങനെ ഇഷ്ടം തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയുള്ള കളറുകളൊന്നും നല്ല നല്ല ഭംഗിയുള്ള ഒരു കളറുകൾ നോക്കിയിട്ടാണ് ഒരു 3 കളറുകൾ ഞാൻ അത് എടുത്തത്. അപ്പോൾ ഒരുപാട് പീസൊന്നുമില്ല, വളരെ കുറച്ച് പീസ് ഞാൻ ഇറക്കുള്ളൂ. എന്താ വെച്ചാൽ നമുക്കറിയില്ല എൻ്റെ മൂവിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇറക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഇറക്കും. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇറക്കില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ഒന്ന് വാട്സപ്പ് ചെയ്യുക. പിന്നെ ഡീറ്റെയിൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം, 1300 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചുരിദാർ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട് ഇഷ്ടപ്പെട്ടൊരു ഇതെടുത്തത്. എനിക്ക് ഓൾറെഡി ഷിഫോണിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. ഷിഫോൺ യൂസ് ചെയ്യണവർക്കറിയാം ഷിഫോൺ നമുക്ക് കഴുകാനും ഉണക്കാനും ഒക്കെ എത്ര വർഷം കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഷിഫോൺ. ഷിഫോൺ അങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര വർഷം മുന്നേ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സാരികൾക്കും കളർ പോവത്തൂല, നാശാവില്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഷിഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഷിഫോണിൽ വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലേക്ക് സത്യം പറഞ്ഞാൽ കുറേ കളറുകളുണ്ടായിരുന്നു. എനിക്ക് ആ കളറുകളോടൊന്നും എനിക്ക് അത്രയ്ക്കൊരു ഇഷ്ടം തോന്നിയില്ല. കാരണം ഒരുപാട് കളറുകളൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ ഈ ഒരു കോഫി ബ്രൗൺ ഓൾറെഡി കിട്ടാനില്ലാത്തൊരു കളറാട്ടോ. ഞാൻ കുറേ അന്വേഷിച്ച് തന്നിട്ടുള്ളൊരു കളറാണ് കോഫി ബ്രൗൺ. നമ്മൾ ഇഷ്ടപ്പെട്ടു വരുന്ന മെറ്റീരിയലൊന്നും ഈ ഒരു കോഫി ബ്രൗൺ കാണാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഷിഫോണിൻ്റെ ചുരിദാർ മെറ്റീരിയലാണ്. കോട്ടൺ അല്ല, ഒരു
സാറ്റിനല്ല, നല്ലൊരു ഒരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതിലാണ് പാൻറ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഷാള്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതേ കണ്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ. നെക്കിൽ വരുന്നത് കണ്ട, നല്ല ഇഷ്ടമായി. നല്ല ഒതുക്കം തോന്നുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നു നല്ലൊരു ശരീരവശങ്ങൾ ഒരു ഒതുങ്ങിയ ടൈപ്പിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്കട്ടെ, നല്ല കളറല്ലേ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ വീണ്ടും വീണ്ടും പറയണം. നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. പിന്നെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയട്ടെ.